ജാസ്മിനും ഗബ്രിയും ലൈവിൽ ഭയങ്കര ഡിസ്കഷനിലാണ്. സംഭവം മറ്റൊന്നല്ല, ആര് ക്യാപ്റ്റൻ ആവണം, ആര് പവർ റൂമിൽ വരണം, ഏതൊക്കെ ഗ്രൂപ്പുകൾ സ്പ്ലിറ്റ് ചെയ്യണം, ആരൊക്കെയാണ് പവർ റൂമിൽ കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, അതോ ഗബ്രിക്കും ജാസ്മിനും പിരിയാനായിട്ട് സാധിക്കില്ല, അപ്പോൾ അവരെങ്ങനെയാണ് നിൽക്കേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ലൈവിൽ രണ്ടുപേരും ഇരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ റസ്മിനുണ്ട്. റസ്മിനെയും ഇവർക്ക് കൂട്ടത്തിൽ കൂട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതായത് പവർ റൂമിലിട്ട് റസ്മിനെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇവർ വിചാരിക്കുന്നത്. അക്കൂട്ടത്തിൽ ജാസ്മിൻ വേണോ ഗബ്രി വേണോ ക്യാപ്റ്റൻ ആവാൻ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. ജാസ്മിനോ ഗബ്രിയോ അവിടെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഇവർ പവർ റൂമിലേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നത്തെ വീക്ക് വരുന്ന സമയത്ത് ക്യാപ്റ്റൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേറൊരു റൂമിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് ജാസ്മിനും ഗബ്രിക്കും പിരിയേണ്ടി വരും. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേരും ക്യാപ്റ്റൻ ആവരുത് എന്നുള്ളതാണ് ഗബ്രിയുടെ കാര്യം. ഗബ്രിക്ക് ജാസ്മിനെ പിരിയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ക്യാപ്റ്റൻ ആകണ്ട എന്നൊരു തീരുമാനമാണ് ഗബ്രിക്ക്. പക്ഷേ ജാസ്മിനെ ഇവർ രണ്ടുപേരിൽ ഒരാൾ ക്യാപ്റ്റൻ ആയാൽ കൊള്ളാമെന്നാണ് ജാസ്മിനെ. എന്നിട്ട് ഗ്രൂപ്പ് തിരിക്കണം. ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് ആ പവർ റൂമിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരെ അപ്സരേനെ കൊണ്ടുവരണോ എന്നാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ ഡെൻ ടീമിനെ പൊട്ടിക്കണം. അതായത് നമ്മുടെ ഋഷിയെയും അൻസിബയെയും പൊട്ടിക്കണം, ആ ഗ്രൂപ്പ് പൊളിക്കണം. ഇന്ന് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ടീമിനെ പൊട്ടിക്കണം എന്നൊക്കെ ഇവർ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഗംഭീര പ്ലാനിങ് ആണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്ലാനിങ്ങിന്റെ അവസാനം വരുമ്പോൾ ജാസ്മിൻ തീരുമാനിച്ച പോലെ ഒന്നും ചെയ്യാനായിട്ട് അവിടെ ഗബ്രി സമ്മതിക്കുന്നില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇവർ രണ്ടുപേരും പിരിയരുത് എന്നുള്ളതാണ് ഗബ്രിയുടെ കാര്യം. ഇവർ പിരിയുന്ന തരത്തിൽ ഒരു തീരുമാനം എടുക്കരുത്. പക്ഷേ ജാസ്മിൻ അങ്ങനെയല്ല. ജാസ്മിൻ ആരെങ്കിലും ഒരാളെ ക്യാപ്റ്റനായി നിന്നുകൊണ്ട് അതിൽ പവർ റൂമിലേക്ക് എല്ലാ ഗ്രൂപ്പുകളും പൊട്ടിച്ചുകൊണ്ട് ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ ഗെയിം മാറ്റണം എന്നാണ് അവിടെ ജാസ്മിൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഗബ്രിക്ക് അത് പറ്റില്ല. നമ്മൾ രണ്ടുപേരും പവർ റൂമിലേക്ക് വെത്തണം, വേറൊരാളെ ശ്രീരേഖനെ ക്യാപ്റ്റൻ ആക്കാം, എന്നിട്ട് പവർ റൂമിലേക്ക് ആരൊക്കെ കയറ്റണം എന്നുള്ളത് ശ്രീരേഖയ്ക്ക് പറഞ്ഞു കൊടുത്ത് അതിലേക്ക് പവർ റൂമിലോട്ട് ബാക്കി മെമ്പേഴ്സിനെ കൊണ്ടുവരാം, മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത ആൾക്കാരെ കൊണ്ടുവരാം എന്നൊക്കെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്താവുമോ എന്തോ. എന്തായാലും ജാസ്മിന് സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഗബ്രി എന്തു പറയുന്നോ അത് കേൾക്കാനേ ഇപ്പോൾ ജാസ്മിനെ നിവൃത്തിയുള്ളൂ.